ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ സാറ ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട്, ഞാൻ 23-ാം വയസ്സിൽ വിവാഹം കഴിച്ചതാണ്. അയാൾ ശരിയല്ല, എന്നെ കൊല്ലാൻ വരെ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അയാളുമായിട്ട് വിവാഹമോചനം നടത്തിയതിന് ശേഷം എല്ലാ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ട് സ്വന്തമായിട്ട് ബിസിനസ്സിലേക്കൊക്കെ തിരിഞ്ഞെന്ന് പറയുകയാണ്. ചന്ദ്രശേഖരന്റെ കയ്യിൽ സാറ് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇത്രയും അടുപ്പം ചന്ദ്രശേഖരനോട് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതെന്ന്. എന്ന് ചന്ദ്രശേഖരനെ ഉർവശി ഫോൺ വിളിക്കുന്നുണ്ട്. ഉർവശി ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ചന്ദ്രേട്ടൻ എവിടെയാണ്? ചന്ദ്രേട്ടന് വേണ്ടി കഴിക്കാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വരാനെന്ന് പറയുന്നു. ചന്ദ്രശേഖർ അപ്പോൾ പറയുന്നുണ്ട്, ഞാനിപ്പോൾ വരാൻ പറ്റത്തില്ല, ഒരു മീറ്റിങ്ങിലാണ്, എൻ്റെ മുന്നിൽ പ്രധാനപ്പെട്ട ഒരാൾ ഇരിപ്പുണ്ടെന്നൊക്കെ പറയുന്നു. ചന്ദ്രശേഖർ അങ്ങനെ സംസാരിച്ചിട്ട് ഫോൺ വെക്കുന്നു. ചന്ദ്രശേഖർ ഫോൺ വെച്ചതിന് ശേഷം സാറ് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരാൾ വീട്ടിൽ കാത്തിരിക്കുന്നതും ഭാഗ്യമാണെന്നൊക്കെ. ചന്ദ്രശേഖർ അപ്പോൾ പറയുന്നുണ്ട്, ഉർവശി എൻ്റെ സങ്കല്പത്തിലെ ഭാര്യയല്ലെന്ന്. ഒരു സ്ഥലത്ത് പോലും ഉർവശിയെ കൊണ്ടുപോകാൻ കൊള്ളത്തില്ല. എൻ്റെ ആഗ്രഹം സാറെ പോലെ ഒരു ഭാര്യയായിരുന്നു എന്നൊക്കെ പറയാണ്. സൗന്ദര്യത്തിലും ബിസിനസ്സിലും എല്ലാത്തിലും കാര്യപ്രാപ്തിയുള്ള ഒരാളെയാണ് ഞാൻ ആഗ്രഹിച്ചതെന്നൊക്കെ പറയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്നെ പോലെയുള്ള ഒരാളെ അത്രയ്ക്ക് ഇഷ്ടമായോ എന്നൊക്കെ. ചന്ദ്രശേഖർ ഇഷ്ടമായെന്ന് തന്നെ പറയുന്നു. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കണ്ണിലൊക്കെ നോക്കി ആഹാരം കഴിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത്, രാധിക വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് ഒരു ചേച്ചിയെ കാണുന്നുണ്ട്. ആ ചേച്ചിയോട് പറയുന്നുണ്ട്, നാളെ തൊട്ട് ഞാൻ സംഗീതം പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്, മോളെ വിടണമെന്ന്. കൂടെയുള്ള മോളോട് മൂളൂട്ടി പഠിക്കാൻ വരണേ എന്നൊക്കെ പറയുന്നുണ്ട് രാധിക. ആ സമയത്ത് ആ ചേച്ചി പറയുന്നുണ്ട്, മോളുടെ പേര് ശ്യാമ എന്നാണെന്ന്. ശ്യാമയോടുള്ള ആരാധന കൊണ്ടാണ് ആ പേരിട്ടതെന്നൊക്കെ പറയുന്നു. ഈ സമയത്ത് തിരുമേനിയും ആൾക്കാരോടൊക്കെ പറയുന്നുണ്ട്, നാളെ തൊട്ട് പാട്ട് പഠിപ്പിക്കാൻ രാധിക തുടങ്ങുകയാണ്, വരണമെന്നൊക്കെ പറയുന്നു. ആൾക്കാരൊക്കെ കൊച്ചുമക്കളെയൊക്കെ കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ട്. രാധികയോട് ഒരു ചേച്ചി ചോദിക്കുന്നുണ്ട്, സ്കൂളിന്റെ പേരെന്താണെന്ന്. രാധിക അപ്പോൾ പറയുന്നുണ്ട്, ശ്യാമ മ്യൂസിക് സ്കൂൾ എന്നാണെന്ന്. തുടർന്ന് കാണിക്കുന്നത്, വരുൺ ഇന്റർവ്യൂവിന് പോകാനായിട്ട് റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു കാറിൽ ഒരു കൂട്ടുകാരൻ വന്ന് ഇറങ്ങുന്നുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, നീ എവിടെ പോവുകയാണെന്നൊക്കെ. കൂട്ടുകാരൻ ദീപന്റെ കൂടെ വേറൊരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. അയാളോട് പറയുന്നുണ്ട്, ഇവന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു, ഇവൻ വലിയ ഹീറോ ആയിരുന്നു കോളേജിൽ എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് സ്റ്റേറ്റിലുമൊക്കെ പോയി വലിയ ആളായതാണ്, കമ്പനിയൊക്കെ അറിയത്തില്ലേ, കണിമംഗലം കമ്പനി ആയിരുന്നു ഇവരുടെ കമ്പനി എന്നൊക്കെ പറയാണ്. ഞങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഇവനോട് ഭയങ്കര അസൂയായിരുന്നു എന്നൊക്കെ പറയുന്നു. വരുൺ അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കമ്പനിയിൽ എനിക്കൊരു ജോലി തരുമോ എന്ന്. കാരണം അപ്പോൾ പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ കമ്പനിയിലൊന്നും ജോലിക്കായിട്ട് ഇരിക്കേണ്ട, അതൊന്നും എനിക്ക് സങ്കല്പിക്കാനേ പറ്റത്തില്ല, അത് നടക്കത്തില്ലെന്നൊക്കെ പറയുന്നു. വരുൺ അപ്പോൾ അവരോട് ബൈ പറഞ്ഞു പോവുകയാണ്. വരുൺ പോയതിന് ശേഷം ദീപനോട് ദീപന്റെ കൂടെയുള്ള കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് അവനോട് അങ്ങനെ സംസാരിച്ചത്, ജോലി കൊടുക്കാഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു. കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ എല്ലാ പെൺകുട്ടികളും അവന്റെ പിന്നാലെയായിരുന്നു, എല്ലാവരും അവനെ കണ്ടു പഠിക്കണമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ അവനോട് ഭയങ്കര അസൂയായിരുന്നു, അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെടട്ടെ, അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണെന്ന് പറയുന്നു. കാണിക്കുന്നത് ജയഭാരതി മുത്തശ്ശിയെയാണ്. ജയഭാരതി മുത്തശ്ശിയെ രാധിക ഫോൺ വിളിച്ചിട്ട് മ്യൂസിക് സ്കൂൾ തുടങ്ങുന്ന കാര്യമൊക്കെ പറയുന്നു. മുത്തശ്ശി വന്ന് അനുഗ്രഹിക്കണമെന്ന് രാധിക പറയുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന്. മുത്തശ്ശി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉർവശിയും കൽപ്പനയും റൂമിലേക്ക് കയറി വരുന്നുണ്ട്. ഉർവശി മുത്തശ്ശിയെ വഴക്ക് പറയുകയാണ്, എപ്പോഴും കൊച്ചു പിള്ളേരെ പോലെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇവിടെ ചെയ്യാൻ ഒരുപാട് ജോലികളുണ്ട്, അതൊക്കെ മര്യാദയ്ക്ക് പോയി ചെയ്തോളാൻ എന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ മൊബൈൽ തല്ലി പൊട്ടിക്കുമെന്നൊക്കെ പറയുകയാണ്. ഉർവശി മുത്തശ്ശിയോട് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് രാധികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. രാധിക മുത്തശ്ശിയോട് പറയുന്നുണ്ട്, സ്പീക്കർ ഇടാനെന്ന്, എനിക്ക് ചെറിയമ്മയോട് സംസാരിക്കണമെന്ന് പറയുന്നു. മുത്തശ്ശി മൊബൈലിൽ സ്പീക്കർ ഇടുന്നുണ്ട്. രാധിക അപ്പോൾ ചെറിയമ്മയോടും കൽപ്പനയോടുമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് ദൈവം ക്ഷമിക്കത്തില്ലെന്നൊക്കെ. അമ്മയും അച്ഛനെയും മുത്തശ്ശിയും വിഷമിപ്പിച്ചാൽ ഉറപ്പായിട്ടും ദൈവശിക്ഷ നിങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ പറയുന്നു. കൽപ്പന അപ്പോൾ ദേഷ്യപ്പെടുകയാണ്, മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞ്. നീ വലിയ ദൈവഭക്തിയൊക്കെ അല്ലായിരുന്നു, എന്നിട്ട് നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നു. നിന്റെ ഭർത്താവിന് നാണമില്ലാത്തത് കൊണ്ടല്ലേ നിന്റെ കൂടെ നിന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. നിന്റെ അമ്മ എന്തിയെ, ജീവനോടുണ്ടോ മരിച്ചോന്ന് പോലും അറിയത്തില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് ഈ ദൈവത്തെ കുറിച്ച് പറയുന്നത്, ആ ദൈവം ഞങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്നൊക്കെ പറയാണ്. രാധിക അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഉറപ്പായിട്ടും തിരിച്ചു വരും, എൻ്റെ കൂടെ വന്ന് താമസിക്കുകയും ചെയ്യും.
ഇപ്പം ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ അത് ദൈവത്തിന്റെ ഒരു പരീക്ഷണം മാത്രമാണ്, നല്ലത് വരാൻ വേണ്ടി മാത്രമായിട്ടുള്ള പരീക്ഷണം. അത് ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ എന്നൊക്കെ പറയുന്നു. എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്കുള്ള തിരിച്ചടി ഉടനെ തന്നെ ദൈവം തരുമെന്നൊക്കെ പറയുന്നു. രാധിക മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, മുത്തശ്ശിയുടെ കൊച്ചുമക്കൾ മുത്തശ്ശിയുടെ കൂട്ടായിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. ഫോൺ വെച്ചതിന് ശേഷം ഉർവശിയും കൽപ്പനയും മുത്തശ്ശിയോട് പറയുന്നുണ്ട് വന്ന് ജോലി ചെയ്യാനെന്ന്. മുത്തശ്ശി അപ്പോൾ വരാമെന്ന് പറഞ്ഞെഴുന്നേൽക്കുകയാണ്. ശേഷം കാണിക്കുന്നത് പ്രിയങ്കയും സുകുമാരി അമ്മയും പ്രൊഡക്ഷൻ കൺട്രോൾ ആൾക്കാരെയുമാണ്. പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നുണ്ട് നാളെ തന്നെ സിനിമ തുടങ്ങുകയാണ്. പൂജയ്ക്കായിട്ട് ഒരു തിരുമേനിയെ വിളിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ആ തിരുമേനിയെ തന്നെയാണ് വിളിക്കുന്നതെന്നൊക്കെ പറയുന്നു. നിങ്ങൾക്കുള്ള വണ്ടി 9:30 അയക്കാം. അത് മാത്രമല്ല കോസ്റ്റ്യൂമിനുമുള്ള ആൾക്കാരെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുമുണ്ടെന്ന് പറയുന്നു. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് സാധാരണ ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന വണ്ടിയൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു വിട്ടേക്കരുത്, നല്ല സ്റ്റാൻഡേർഡ് ഉള്ളത് തന്നെ വേണമെന്നൊക്കെ പറയുന്നു. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ കൺട്രോൾ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. ശേഷം സുകുമാരി അമ്മയും പ്രിയങ്കയും സംസാരിക്കുന്നു. സുകുമാരി അമ്മ പറയുന്നുണ്ട് നമ്മൾ ഏത് ലൊക്കേഷനിലാണോ മയക്കുമരുന്നിന് പിടിക്കപ്പെട്ടത് അപ്പോഴുണ്ട് സംവിധായകനും ആ നായികയും ആണ് ഇവിടെയും ഉള്ളത്. നമ്മൾ പൈസ ചെലവാക്കാമെന്നും പ്രൊഡക്ഷൻ ഏറ്റെടുക്കാമെന്നത് കൊണ്ട് സിനിമ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നതെല്ലാം അവർ അനുസരിച്ചോളും. നീ ആണെങ്കിൽ പ്രധാനപ്പെട്ട 2 നായികയായിട്ടും അഭിനയിക്കുന്നത് കൊണ്ട് അവർക്ക് അതാണ് എതിർക്കാൻ പറ്റാത്തത്. ശരിക്കും എന്താണ് സിനിമയെന്ന് അവരെ കാണിച്ചു കൊടുക്കണമെന്നൊക്കെ സുകുമാരി അമ്മ പറയുന്നു. തുടർന്ന് കാണിക്കുന്നത് വരുണിനെയാണ്. വരുൺ ഓരോ കമ്പനിയിലും ജോലി അന്വേഷിച്ചു പോയിട്ട് ഒന്നും ശരിയാകാതെ വിഷമത്തോടെ റോഡിലൂടെ വരുന്നതാണ് കാണിക്കുന്നത്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.